Hello friends, welcome back to our YouTube channel. എല്ലാവരും സുഖമായിരിക്കണോ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിരിക്കണു. അപ്പോൾ എല്ലാവരും ചാനലിലെ വീഡിയോസൊക്കെ കാണലുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി എടുത്തിട്ട് അതൊരു അടുക്കിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനെ കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. പച്ചരിയെ നന്നായി കഴുകണം. നന്നായി കഴുകി ഒരു 2-3-4 പ്രാവശ്യം കഴുകിക്കോളൂ. നന്നായി കഴുകി അതിൽ അഴുക്കൊക്കെ പോയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാൻ വയ്ക്കണം. ഒരു 4 മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതിയാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ വാഴപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2 ചെറുപഴം, 2 ഏലക്ക, അതേപോലെ തന്നെ കുറച്ച് ജീരകം. ചെറിയ ജീരകമാണ്, പെരുംജീരകം അല്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരപ്പാനിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോളം എടുത്തിട്ടുണ്ടാകും. ഓക്കെ, നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം അരച്ച മാവിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒറ്റ ട്രിപ്പായി അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അരയ്ക്കുക, അല്ലെങ്കിൽ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നമ്മളിവിടെ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ശർക്കരപ്പാനി ഒഴിക്കണ ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2ാമത്തെ വട്ടം അരയ്ക്കുന്നതിൽ ശർക്കരപ്പാനി ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കണം. ഓക്കെ, ശർക്കരപ്പാനി നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു രീതിയിൽ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഏത് രീതിയിൽ എന്നല്ലേ, ഈ രീതിയിൽ നമ്മൾ നന്നായി അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയിലുള്ള മണ്ണും പൂഴിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ അപ്പത്തിലൊക്കെ വന്നിട്ട് നമ്മൾക്ക് കല്ല് കടിക്കും, ഒരുമാതിരി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മാവ് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയും വാഴപ്പഴവും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. നെയ്യിലാണ് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നത് കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ട് അതിനെ നന്നായി നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മാവിലേക്ക് ഈ തേങ്ങാക്കൊത്തുകളിനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെയ്യോട് കൂടിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നെയ്യിൽ വറുത്തെടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ നെയ്യ് ഒന്നിച്ച് നമ്മളിതിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ നെയ്യ് വേണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിനെ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായി പൊങ്ങി വരും. അങ്ങനെ വന്നാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ഉണ്ണിയപ്പം കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 6 hours നമുക്ക് ഈ മാവ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, നോക്കിയേ, കണ്ടോ? അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഒട്ടും സമയം കളയാതെ സ്റ്റവ് കത്തിച്ച് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഓക്കെ, നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഈ ചട്ടി എടുക്കാത്തതുകൊണ്ട് ഒന്ന് നന്നായി കഴുകി എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതാണ് ഇങ്ങനെ എണ്ണ കാണുന്നത്. ഇനി നമ്മൾ കുഴിയപ്പത്തിൻ്റെ കുഴി നിറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് വെളിച്ചെണ്ണയാണ്. നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ആ അപ്പം അങ്ങോട്ട് എന്താ പറയുക ഉണ്ടാക്കണ സമയത്ത് വരുന്ന സ്മെല്ല് വേറൊരു ലെവലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറേ പേരൊക്കെ നെയ്യിലൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ മേടിച്ചുണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ നെയ്യിലുണ്ടാക്കുക. നമ്മൾ അത്ര വലിയ കപ്പാസിറ്റി ഉള്ള ആളുകളല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഓയിൽ എടുത്തില്ലേ, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മുടെ ബാറ്ററി ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പുറത്തു കൂടെ ഒക്കെ പോയില്ലേ. ഞങ്ങളിപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ നമ്മൾ എണ്ണ നന്നായി ചൂടായി എന്ന് വിചാരിച്ച് ബബിൾസൊക്കെ കണ്ടപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചൂടായില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് വെന്ത് കിട്ടും. ഓക്കെ, എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മേലിക്കൊന്നും എണ്ണ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്റ്റിമ്മിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇത്ര തോനെ ബാറ്ററി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുഴിയുടെ ഒരു പകുതി മുക്കാലോളം ഒഴിച്ചു കൊടുത്താൽ മതി, ബാക്കി അങ്ങ് പൊങ്ങി വന്നോളും. ഓക്കെ, അപ്പോൾ
ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ മറിച്ചിടുന്ന ഉണ്ണിയപ്പത്തിന് മറിച്ചിടുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഷൂട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷേ ഷൂട്ട് ചെയ്യാണ്ട് ഫോൺ പിടിച്ച് വെച്ചത് കൊണ്ട് ആ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ റൗണ്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. തിളച്ച് മറിഞ്ഞ എണ്ണയിലേക്ക് നമ്മുടെ മാവ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ. ഇനി നമ്മളിത് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? മറിച്ചിടുന്ന സമയത്ത് ഒരു നാക്കിൽ വേണം അതിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇല്ലാച്ചെങ്കിൽ നമ്മുടെ മേലേക്ക് എണ്ണ തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അപ്പം എന്താ പറയുക, ഷേപ്പില്ലാണ്ട് ഷേപ്പ്ലെസ് ആയിട്ട് വരും, അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നിട്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പപ്പടക്കമ്പി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മറിച്ചിടുന്നത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ മറിച്ചിടലൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം എൻ്റെ കയ്യിലുള്ള മറ്റ് ഈ ഒരു കോല് കണ്ടില്ലേ, ഇത് നമ്മൾ ഈ ഉണ്ണിയപ്പം ചട്ടി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം മറിച്ചിടാൻ വേണ്ടി ഉണ്ണിയപ്പം കുത്താൻ വേണ്ടി തന്നിട്ടുള്ള ഒരു കോലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മളെ അറിയിക്കണം. വളരെ എളുപ്പമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം. ഇതുപോലെ പെർഫെക്റ്റായി ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാവുന്നതാണ് ഉണ്ണിയപ്പം. പെട്ടെന്നൊന്നും കിടന്നു പോകില്ല കേട്ടോ ഉണ്ണിയപ്പം. അതുകൊണ്ട് തന്നെ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ ബോട്ടിലോ ഒക്കെ നമുക്കിതിനെ എടുത്ത് വയ്ക്കാം. കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പം എത്ര ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം തന്നെ തീരും തോന്നുന്നുണ്ട്. റുബിമോളും റിച്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിൽ കൂടെ 2 എണ്ണം കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത് പച്ചരി എടുത്തിട്ട് അതിനെ കുതിർത്തി അരച്ചിട്ട് ഉണ്ടാക്കണ ഒരു രീതിയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു രീതിയുണ്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം. നമ്മളങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇന്ന് നമ്മൾ അരി കുതിർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ട് വെച്ചെങ്കിൽ വറുത്ത അരിപ്പൊടി ആവരുത് കേട്ടോ. വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സും എല്ലാ കാര്യങ്ങളും നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് തോന്നുകയാണെച്ചെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്. എങ്ങനെയുണ്ട് കുട്ടികളെ ഉണ്ണിയപ്പം? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.